നമസ്കാരം. പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഒരു ഗതികേടിന്റെ വാർത്തയാണ്. രാജ്യത്ത് ഗർഭനിരോധന ഉറ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഏജൻസിയുടെ അനുമതിക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. പാകിസ്ഥാന്റെ ഒരു ഗതികേടെ ഒരു പരമാധികാര രാജ്യം സ്വന്തം ജനതയുടെ അടിസ്ഥാനപരമായ ആരോഗ്യ ആവശ്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം തകർന്നു പോകുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ നമുക്ക് കാണാനാകുന്നത്. നിത്യച്ചെലവിനായി അന്താരാഷ്ട്ര നാണയനിധിക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു രാജ്യത്തിന് ഗർഭനിരോധന ഉറ അഥവാ കോണ്ടത്തിന്റെ ഉപയോഗത്തിന് പോലും വിദേശ ഏജൻസിയുടെ അനുമതിക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം ദയനീയമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനനനിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടും ജനസംഖ്യാ സ്ഫോടനം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾക്ക് മേൽ അമിത നികുതി ചുമത്താൻ നിർബന്ധിതരാകുന്നത് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക അടിമത്തത്തിന്റെ കൂടി തെളിവാണ്. സ്വന്തം ആഭ്യന്തര നയങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പോലും പണയപ്പെടുത്തിയ ഒരു ഭരണകൂടത്തിന്റെ ഗതികേടാണ് ഇവിടെ വെളിവാകുന്നത്. ഗർഭനിരോധന ഉറ ഉപയോഗിക്കണമെങ്കിൽ പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMFന്റെ അനുമതി വേണം. അത്ര ഗതികേടിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. നോക്കൂ, ജനസംഖ്യ കൊണ്ട് ഒരു കാലത്ത് വലഞ്ഞിരുന്ന രാജ്യമാണ് ചൈന. ചൈനയിൽ ഒരു കാലത്ത് ഒറ്റക്കുട്ടി നയമായിരുന്നു നടപ്പാക്കിയിരുന്നത്. ഒന്നിലധികം കുട്ടികൾ ഉണ്ടായാൽ ആനുകൂല്യങ്ങളൊന്നും ആ കുടുംബത്തിന് ചൈനീസ് സർക്കാർ നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചൈനയിൽ സ്ഥിതി മാറി. കോവിഡിന് ശേഷം ചൈനീസ് ജനസംഖ്യ വല്ലാതെ കുറഞ്ഞു. അതുമാത്രമല്ല, അതിനു മുമ്പ് തന്നെ ജനസംഖ്യ കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് ചൈന എത്തിയിരുന്നു. ഇപ്പൊ ജനസംഖ്യ കൂട്ടാനുള്ള തീരുമാനത്തിലാണ് ചൈന. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇന്ന് ജനസംഖ്യ കൊണ്ട് പോറതി മുട്ടുകയാണ് പാകിസ്ഥാൻ. ചൈന അന്ന് അനുഭവിച്ച അതേ അവസ്ഥയിലൂടെയാണ് ഇന്ന് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. പക്ഷെ ചൈനയല്ല പാകിസ്ഥാൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്തായാലും നമുക്ക് പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരാം. ഓരോ വർഷവും 60 ലക്ഷം കുട്ടികൾ ജനിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ. ജനസംഖ്യ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നില്ല എന്നതാണ് പാകിസ്ഥാന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒരു രാജ്യത്ത് ജനസംഖ്യ കൂടുമ്പോൾ ആ ജനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് സാമ്പത്തിക പരിഷ്കാരങ്ങളെല്ലാം ആ രാജ്യത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഭരണാധികാരികൾ അത് വളർത്തിക്കൊണ്ടുവരണം. പക്ഷെ പാകിസ്ഥാനിലെ സ്ഥിതി അതല്ല. ഉള്ള ജനത്തിനെ തന്നെ പാകിസ്ഥാനെ തീറ്റിപ്പോറ്റാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പിന്നെയും ജനസംഖ്യ കൂടി വരുന്നത്. അതാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധി. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു വലിയ സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഏറ്റവും അധികം കടം കൊടുക്കുന്നത് ചൈന എന്ന രാജ്യമാണ്. പിന്നെ IMFൽ നിന്നും പാകിസ്ഥാൻ കടം വാങ്ങുന്നുണ്ട്. പക്ഷെ IMFൽ നിന്ന് കടം വാങ്ങുന്നതിന് പകരം IMF പറയുന്ന ചില കാര്യങ്ങൾ പാകിസ്ഥാൻ നടപ്പാക്കണം. അതാണ് IMF പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നികുതിയൊക്കെ പാകിസ്ഥാനിൽ പലപ്പോഴും തീരുമാനിക്കുന്നത് IMF ആണ്. അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, അത്തരം പരിഷ്കാരങ്ങളെല്ലാം IMFന്റെ കൂടി അനുമതി ഉണ്ടെങ്കിലേ പാകിസ്ഥാന് ചെയ്യാൻ പറ്റും. ആ ഗതികേടിലാണ് ഇപ്പോ പാകിസ്ഥാൻ. ഇവിടെ ഇപ്പോ ഗർഭനിരോധന ഉറ അഥവാ കോണ്ടത്തിന്റെ നികുതി കൂട്ടിയിരിക്കുന്നത് കുറയ്ക്കണം എന്നുള്ളതാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. കാരണം രാജ്യത്ത് ജനസംഖ്യ കൂടുതലാണ്. ജനങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിവർത്തിയില്ല. കാര്യം ഇതിന്റെ പൈസ കൂടുതലായതുകൊണ്ട്. എന്തായാലും ഉള്ള ജനത്തിന്റെ കാര്യങ്ങൾ തന്നെ പാകിസ്ഥാൻ സർക്കാരിന് നേരെ ചൊവ്വേ നോക്കാൻ സാധിക്കുന്നില്ല. നിത്യച്ചെലവിലുള്ള പണത്തിനായി IMFന് മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേടിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഗർഭനിരോധന ഉറയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ കൈമുള്ളിയിരിക്കുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ലോകത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്കുള്ള രാജ്യങ്ങൾ ഒന്ന് തന്നെയാണ് പാകിസ്ഥാൻ. രാജ്യത്ത് പണപ്പെരുപ്പവും ജനസംഖ്യയും ഒരുപോലെ വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിനും വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ കോണ്ടത്തിന് നിലവിലുള്ള 18% നികുതി അസഹനീയമാണെന്നും കുറയ്ക്കാൻ അനുവദിക്കണമെന്നും പാകിസ്ഥാൻ IMFനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ തന്നെ IMF പറ്റില്ലെന്ന് കൈയോടങ്ങ് പറഞ്ഞു. ഒരു സാമ്പത്തിക വർഷത്തിന്റെ പകുതിക്ക് വെച്ച് GST കുറയ്ക്കാനാവില്ലെന്നാണ് IMF പാകിസ്ഥാനോട് പറഞ്ഞത്. സാമ്പത്തിക സ്ഥിതിയുടെ പ്രൊട്ടക്ഷനാണ് ഇപ്പോൾ മുഖ്യം. അടുത്ത ബജറ്റിൽ നികുതി കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നും അതുവരെ കാത്തിരിക്കാനുമാണ് IMFന്റെ നിർദ്ദേശം. നിലവിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ സർക്കാർ IMFന്റെ രക്ഷാ പാക്കേജിന്റെ ബലത്തിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നികുതി പരിഷ്കാരം ഉൾപ്പെടെയുള്ള സാമ്പത്തിക തീരുമാനങ്ങൾക്കെല്ലാം IMFന്റെ പച്ചക്കൊടി വേണം. കോണ്ടത്തിന്റെ നികുതി കുറയ്ക്കുന്നത് പോലും IMFന്റെ അനുവാദം ചോദിക്കേണ്ടി വന്നതും അതുകൊണ്ടാണ്. ബേബി ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ എന്നിവയുടെ നികുതി കുറയ്ക്കാനുള്ള അപേക്ഷയും IMF തള്ളിക്കളഞ്ഞു. രക്ഷാ പാക്കേജ് അനുവദിക്കുന്നതിന്റെ ഭാഗമായി 64 നിബന്ധനകൾ അടുത്തിടെ IMF പാകിസ്ഥാന് മുന്നിൽ വെച്ചിരുന്നു. അതിലൊന്നാണ് ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ സ്വകാര്യവൽക്കരണം. എന്തായാലും അത് നടന്നു കഴിഞ്ഞു. എന്തൊരു ഗതികേടിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു കോണ്ടം വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ അനുമതി വേണം. ഭരണാധികാരികളുടെ അഴിമതിയും ദീർഘവീക്ഷണമില്ലാത്ത സാമ്പത്തിക നയങ്ങളും ഒരു രാജ്യത്തെ എങ്ങനെ വൻ ദുരിതത്തിലേക്ക് നയിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ പാകിസ്ഥാൻ. ജനസംഖ്യ വർദ്ധിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള വികസനമോ തൊഴിലോ നൽകാതെ വെറും കടമെടുത്തു മാത്രം മുന്നോട്ടു പോകുന്ന ഈ രീതി ആ രാജ്യത്തെ തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുന്നു.
കോണ്ടം, സാനിറ്ററി പാഡുകൾ, ഡയപ്പറുകൾ തുടങ്ങിയ അത്യാവശ്യ വസ്തുക്കൾക്ക് പോലും ഇളവ് നൽകാൻ അനുവദിക്കാത്ത IMF നിബന്ധനകൾ സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. അയൽരാജ്യമായ ചൈന ജനസംഖ്യാ നയത്തിലൂടെ മാറ്റം കൊണ്ടുവന്നപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും അന്ധമായ സാമ്പത്തിക കെണിയിൽ ആടി ഉലയുകയാണ്. ശത്രുക്കൾക്ക് പോലും വരാത്ത ഇത്തരം ഈ ഗതികേടിൽ നിന്ന് പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയും മൗലികമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും അനിവാര്യമാണ്. പാകിസ്ഥാന്റെ ഈ അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരരുതെന്ന് നമുക്ക് തോന്നിപ്പോകും ഇത് കേൾക്കുമ്പോൾ.